Hello guys, welcome back to YouTube channel Juan and Jewel. ഇന്ന് നമ്മൾ പായസത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാം. നമ്മൾ പരിപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ശർക്കര പായസം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മൂങ് ദാലാണ്, ചെറുപയറിൻ്റെ പരിപ്പ്. അത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര. 2 ഗ്ലാസ് പരിപ്പാണ് എടുത്തത്. അതിന് 5 ക്യൂബ് ശർക്കര, ഏലക്കായ, ജീരകം. അപ്പം പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാപ്പാൽ. നമ്മൾ 3ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 3-ാം പാലാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് 3-ാം പാൽ ഒഴിച്ചിട്ട് വേവിച്ചിട്ട് വരാം. ആ സമയം കൊണ്ട്, പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കുക. വെള്ളം ഒഴിച്ചാണ് ശർക്കര ഉരുക്കുന്നത്. കാരണം നമുക്ക് പായസത്തിന് എന്തായാലും വെള്ളം വേണമല്ലോ. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് ഉരുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കര എല്ലാം ഉരുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിയുമ്പോൾ അരിച്ച് മാറ്റി വയ്ക്കാം. കാരണം ശർക്കരയിൽ അഴുക്കുണ്ടാവും, കല്ലെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട്. കട്ടയെല്ലാം ഉടച്ച് നല്ല പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചിട്ട് പായസം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് വെന്തിരിക്കുന്ന പരിപ്പ് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പരിപ്പ് ഒഴിച്ച് കട്ടയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉടച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിനകത്തേക്ക് നമ്മൾ ശർക്കര അരിച്ച് വെച്ചിരിക്കുന്നത് ഒഴിക്കുക. ശർക്കര ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര നന്നായിട്ട് അതിനകത്ത് മിക്സായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2-ാം പാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ചു. അത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് നമുക്ക് തീ ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി. അപ്പോൾ നന്നായിട്ട് ഇത് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നോളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇടണം. അപ്പോൾ കട്ട കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പായസം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാട്ട് പൊടിച്ചിരിക്കണം, പൊടിയാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇട്ട് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പായസം നമ്മൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പായസം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് തൻപാലാണ്. തേങ്ങയുടെ 1-ാമത്തെ പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മുടെ പായസം തിളയ്ക്കുന്നതിലേക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 kg നെയ്യാണ് എടുത്തേക്കണേ. തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഫ്രഷ് കോക്കനട്ടാണ്. കാഷ്നട്ട്, റൈസിൻസ്, ഇത്രയാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കണത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് നെയ്യ് കട്ട പിടിച്ചിരിക്കുകയാണ്. തണുപ്പാണ് ഇവിടെ, അത് കാരണമാണ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കണേ. അപ്പോൾ നെയ്യ് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു തേങ്ങക്കൊത്തിട്ട് നോക്കി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങക്കൊത്ത് ആദ്യം ഇട്ടു. കാരണം തേങ്ങക്കൊത്തിനാണ് കുറച്ചധികം സമയം വേണ്ടത്. അപ്പോൾ തേങ്ങക്കൊത്ത് ശരിയാവട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭാഗം നന്നായിട്ട് വെന്ത് കരിഞ്ഞാറാവും, ചില ഭാഗം വേവത്തില്ല. അപ്പോൾ അതേപോലെ വരാതെ എല്ലാം ഒരേപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്ക് മാറ്റിയിട്ട് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ടും നന്നായിട്ട് ഒരു സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ട് മൂപ്പിക്കുക. അപ്പോൾ കാഷ്നട്ടും ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് നമുക്ക് റൈസിൻസും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ നന്നായിട്ട് ഓഫ് ചെയ്യുക. എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്ത് തേങ്ങാക്കൊത്തും കാഷ്നട്ടെല്ലാം വറുത്തിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ആ നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ അതിനകത്തിട്ട് പിടിക്കും. സൈഡിലുള്ള എല്ലാം നന്നായിട്ട് ഒന്ന് തൂത്തിട്ടൊക്കെ കൊടുക്കുക. സൈഡിലിങ്ങനെ കുറച്ച് തിളച്ചപ്പോൾ നല്ല പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ചൂടാറിയിട്ട് നോക്കാം. അപ്പോൾ പായസം നമ്മൾ ചൂടാറിയപ്പോൾ ഇത്ര നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാം. 2 ഗ്ലാസ് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജുവാനെ ജുവലിനെ വിളിക്കാം. എല്ലാരും പായസം ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ബൈ ബൈ.